PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് 2024 ജൂൺ 1 പബ്ലിഷ് ചെയ്ത PSC ബുള്ളറ്റിനിലെ വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്കറിയാം, ഈ അടുത്തിടെ നടന്ന PSC പരീക്ഷകളിലെല്ലാം PSC ബുള്ളറ്റിൽ നിന്നൊരു മെജോറിറ്റിയും ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് PSC ബുള്ളറ്റിൽ നിന്നായിരുന്നു അല്ലേ. അപ്പം നമുക്കിത് തന്നെ കേരളം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ, കേരളം എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വരുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അടുത്ത LD ക്ലർക്ക് പരീക്ഷ, അടുത്ത ജില്ലക്കാർ തീർച്ചയായിട്ടും ഇത് ഒരു തവണയെങ്കിലും ഇത് കാണുക. അപ്പം നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേര് കുറുമാട്ടി എന്നാണ്. കുറുമാട്ടി രാഗിണി എന്നും അറിയപ്പെടും. എന്താണ്? P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? കുറുമാട്ടി അല്ലെ. കുറുമാട്ടി എങ്ങനെയാണ്, അല്ലെങ്കിൽ രാഗിണി എന്ന് അറിയപ്പെടുന്നു. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ്, അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ എന്നറിയപ്പെടുന്നത്. ആദ്യ ജില്ല ഏതാണ്? കണ്ണൂർ അല്ലെ. എന്താണ്? അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. ആദ്യ ജില്ല കണ്ണൂരാണ്. അടുത്തൊരു പോയിന്റ് നോക്കുക. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് ആ പോർട്ടലിന്റെ പേര്? ഓർഡർ എന്നാണ്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ എന്നറിയപ്പെടുന്നത്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. നാലാമത്തെ പോയിന്റ്, കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? അത് 2024 ഏപ്രിൽ 26-നാണ്. 2024 ഏപ്രിൽ 26-നാണ് അല്ലെ. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? അത് നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ് അല്ലെ. അപ്പൊ എന്താണ് നോക്കുക, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ് അല്ലെ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യണം. ഇങ്ങനെ കുറെ അധികം പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ജന്മദിനവുമായിട്ട്, ജന്മവാർഷികവുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കുമാരനാശാനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത അത് തന്നെയാണ് കുമാരനാശാന്റെ 2024 ജനുവരി 16-ന് 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് നമ്മുടെ കുമാരനാശാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? 2024 ജനുവരി 16-ന് അല്ലെ. എന്നാൽ നോക്കുക, 2024 ജനുവരി 16-ന് 100ാം ചരമവാർഷികമാണ് അല്ലെ. അപ്പൊ അദ്ദേഹം മരിച്ചിട്ട് 100 വർഷമാകുകയാണ് അല്ലെ. ആചരിക്കപ്പെട്ട മലയാള കവി ഏതാണ്? കുമാരനാശാനാണ് അല്ലെ. 1924 ജനുവരി 16-നാണ് അദ്ദേഹം മരിക്കുന്നത് അല്ലെ. ഓക്കെ. അപ്പോൾ കുമാരനാശാൻ, അപ്പോൾ ഇങ്ങനെയുള്ള ചരമവാർഷികവും അതേപോലെ ജന്മവാർഷികവും ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത ഒരു പോയിന്റ്, 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? അത് ആനി ജോർജ് ആണ്. ആനി ജോർജ് മാത്യു. എന്താണ്? 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു ആണ്. അടുത്ത പോയിന്റ് നോക്കുക. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? കെ സ്മാർട്ട്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. കെ സ്മാർട്ട് പദ്ധതിയൊക്കെ ചോദിക്കും. കെ ഫോൺ ചോദിക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. ഞാൻ ഇപ്പം ഇന്ന് എടുത്തിരിക്കുന്ന ഈ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം, പരീക്ഷ എഴുതിയതിന് ശേഷം ഇതിൽ നിന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇത് വെറുതെ ആവത്തില്ല കണ്ടിരിക്കും. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. 2024 ജനുവരി 1-ന്. അടുത്തൊരു പോയിന്റ് നോക്കുക. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് നമ്മുടെ കൊല്ലം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ്
കൊല്ലം എന്ന് പറയുന്നത്, അല്ലെ, കൊല്ലം ജില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് അടുത്തൊരു 10ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. 10ാമത്തെ പോയിന്റ്, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ. ഇതും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരസഭയാണ് നമ്മുടെ കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കര. അപ്പൊ എന്താണ്, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? അത് കൊട്ടാരക്കരയാണ്, കൊല്ലം ജില്ലയിൽ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻകീഴാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്, അല്ലെ, തിരുവനന്തപുരം ജില്ലയിൽ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻകീഴ് പഞ്ചായത്താണ്. മലയിൻകീഴ് പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് 12ാമത്തെ പോയിന്റ്, കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്കിലാണ്. പാലം ഫറോക്കാണ്, അല്ലെ, ഫറോക്കിൽ. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്കിലാണ്, അല്ലെ, ഫറോക്ക്. അപ്പോൾ 12 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനിയുണ്ട് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിന്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. ഇതൊക്കെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിന്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. അപ്പോൾ എൻ കെ ദേശത്തിന്റെ പേരെന്താണ്? എൻ കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. നമുക്കറിയാലോ, സച്ചിദാനന്ദന്റെ, അല്ലെ, സച്ചി എന്നറിയപ്പെടുന്ന സച്ചിദാനന്ദൻ സച്ചിദാനന്ദന്റെ പേര് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ, സച്ചി എന്നറിയപ്പെടുന്ന സച്ചിദാനന്ദൻ, അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഇനിയും ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എൻ കെ ദേശം എന്ന് പറയുന്നത് എൻ കുട്ടിക്കൃഷ്ണപിള്ളയാണ്, അല്ലെ. ഇനി അടുത്തോർ നോക്കാം. രാജ്യാന്തര AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലെ, രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്, അല്ലെ. നമുക്കപ്പോൾ AI ഉച്ചകോടിയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ബ്ലെച്ച്ലി ഉടമ്പടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. അതേപോലെ രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചിയാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മറൈൻ ഡ്രൈവിലാണ്, കൊച്ചിയിൽ, അല്ലെ. ഇനിയിപ്പോൾ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ പോകുമ്പോൾ നോക്കുക, എന്താണ് അവിടെ? ജി സ്മാരകം കാണാൻ പറ്റും, അല്ലെ. ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവിലാണ്, അത് കൊച്ചിയിലാണ്, കൊച്ചിയില്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത 16ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് 2024. പദ്ധതികളൊക്കെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഈ അടുത്തിടെ കണ്ടിട്ടേയില്ല. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു പദ്ധതി, അത് പഴയ പദ്ധതി ഒന്നും അല്ല ചോദിക്കുന്നത്, ഈ അടുത്തിടെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പദ്ധതികളൊക്കെയാണ് കൂടുതലൊക്കെ ആയിട്ട് ചോദിക്കുന്നത്. അത് റാങ്ക് മേക്കിങ്ങിൽ നിർണായകമായിട്ട് വരാറുമുണ്ട്. അപ്പോൾ ഈ കെ ലിഫ്റ്റ്, കെ ഫോണ്, കെ സ്മാർട്ട്, ഇതൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ട പദ്ധതികളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കുക. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കെ ലിഫ്റ്റ് 24 എന്നാണ്. കെ ലിഫ്റ്റ് 24, അല്ലെ. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ, അല്ലെ, കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ്. അവരുടെ ജീവിത നിലവാരം ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക, സാമ്പത്തിക സുസ്ഥിരതയൊക്കെ ഉറപ്പാക്കി ജീവിത നിലവാരം ഉയർത്തുക, ലിഫ്റ്റ് ചെയ്യുക. കുടുംബശ്രീ, ആ കെ എന്നുള്ളത് കുടുംബശ്രീ എന്ന് വേണമെങ്കിൽ അങ്ങനെ നമുക്ക്, അല്ലെ, ആക്കാം. അതിന് ഇത് തന്നെ അങ്ങനെ തന്നെയാണ്. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ എന്നാണ്, അല്ലെ, ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. അപ്പൊ എന്താണ്? കെ ലിഫ്റ്റിന്റെ മുഴുവൻ പേര് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഒരുപക്ഷെ ഈ ഇങ്ങനെയുള്ള ഇതായിരിക്കും ചോദിക്കുന്നത്, അതായത് കെ ലിഫ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ എന്നും പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. എന്താണ് കെ ലിഫ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. അപ്പോൾ ഇത് നോക്കി വെക്കുക. സാധ്യത ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നമ്മുടെ പരീക്ഷകളിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതാണ് കെ ലിഫ്റ്റ് 24 എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത ഒരു പോയിന്റ്, ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി ആണ്.
വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി അല്ലെ. അപ്പൊ എന്താണ് ജിതേഷ് ജി? ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ ഏതാണ്? ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ വില്ലേജ് കാന്തല്ലൂർ ആണല്ലേ. കാന്തല്ലൂർ പഞ്ചായത്താണ്. അതായത് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ്? കാന്തല്ലൂർ പഞ്ചായത്താണ് അല്ലെ. ഈ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി ആണ്. വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ഈ ജിതേഷ് ജി എന്ന് പറയുന്നത് അല്ലെ. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് 18ാമത്തെ പോയിന്റാണ് അടുത്തത്. നമുക്ക് നോക്കാം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? അത് കാസർഗോഡാണ്. ഈ ശാസ്ത്ര കോൺഗ്രസ് ഒക്കെ നോക്കി വെക്കുക കേട്ടോ. ഇത് എത്ര നമ്പറും നോക്കി വെക്കുക. 36ാമതാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. അപ്പം 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയാണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണ് കാപ്പാട്. അത് കോഴിക്കോട് ജില്ലയിലാണ് അല്ലെ. എന്താണ്? ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ്. കാപ്പാട് കടപ്പുറമാണ്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത 20ാമത്തെ പോയിന്റ് ആണ്. 20ാമത്തെ പോയിന്റ് കാപ്പാട് കടൽ തീരമാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത 20ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ LDC തിരുവനന്തപുരത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏത് ടെക്സ്റ്റിലെ ഏത് സ്റ്റാൻഡേർഡിലെ ഏത് ചാപ്റ്ററാണെന്ന് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പരീക്ഷ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു പോയിന്റ് നോക്കുക. 20ാമത്തെ പോയിന്റ് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം എന്നറിയപ്പെടുന്നത് അല്ലെ. അതിജീവനം. അപ്പൊ ഇതാണ് അതിജീവനം അല്ലെ. ആത്മകഥ നോക്കുക. അതിജീവനം എന്നുള്ള ആത്മകഥയാണ്. ആ പുസ്തകമാണ് നിങ്ങൾ കാണുന്നത്. ഡോക്ടർ വിശ്വാസ് മേത്ത. നിങ്ങൾ ഈ പുസ്തകമൊക്കെ കണ്ടിരുന്നാൽ പിന്നെ എളുപ്പമായിരിക്കുമല്ലോ. നോക്കുക. ആ പുസ്തകം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വിശ്വാസ് മേത്ത അതിജീവനം അല്ലെ. എന്താണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത? മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം അല്ലെ. അതിജീവനം. അടുത്ത ഒരു പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? അത് മാനാഞ്ചിറ സ്ക്വയർ ആണ്. കോഴിക്കോട് ജില്ലയിൽ. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോടാണ്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. അപ്പൊ ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. അപ്പോൾ ഇനി അടുത്ത 23ാമത്തെ പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. 23ാമത്തെ പോയിന്റ് ഇത് കഴിഞ്ഞ 3 മാസങ്ങളിലെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് ഞാനിത് പ്രതീക്ഷിക്കുന്നു. ചോദിക്കട്ടെ, എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ. 23ാമത്തെ പോയിന്റ് നോക്കുക. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് അല്ലെ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു പോയിന്റാണ്. അപ്പൊ നോക്കുക. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് അല്ലെ. നമ്മുടെ സിനിമാ നടി ലെനയുടെ ഭർത്താവല്ലേ. അപ്പൊ നോക്കി, ഇദ്ദേഹമാണ് അദ്ദേഹം അല്ലെ. നോക്കുക, പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. അപ്പൊ ഇദ്ദേഹമാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. എന്താണ് പ്രത്യേകത? ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാണ് ഇദ്ദേഹം, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അല്ലെ. നോക്കുക അടുത്തത്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. നല്ലോണം നോക്കി വെച്ചോളൂ. ഈ പദ്ധതികളൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും വിടരുത് കേട്ടോ. പഴയ പദ്ധതിയൊന്നും അല്ല, എല്ലാം പുതിയ പദ്ധതിയൊക്കെ തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ എന്താണ് സ്നേഹഹസ്തം എന്ന് പറയുന്നത്? അല്ലെ, ഒരു ഹസ്തം, ഒരു കൈ കൊടുക്കുക അല്ലെ, സ്നേഹത്തോടെ. എങ്ങനെയൊക്കെ ആലോചിക്കുക. എന്താണ്? ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പൊ ആദിവാസി ജനതയ്ക്കാണ് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുന്നതിനാണ് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹഹസ്തം എന്നാണ്. സ്നേഹഹസ്തം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ
അപ്പോൾ ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് മുൻ മന്ത്രി KM മാണി ആത്മകഥ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 2 പോയിന്റ് ഇത് നിങ്ങൾ ഇതൊക്കെ ഇത്രയും പോയിന്റ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ എടുക്കുന്ന ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് സഹകരിക്കുക. അടുത്തൊരു പോയിന്റ് നോക്കുക. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് അല്ലെ, ഓന്ത് ഏതാണ്? വടക്കൻ കങ്കാരു ഓന്ത് എന്നാണ് ഓന്തിന്റെ പേര്. അതിന്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ് എന്നാണ്. അഗസ്ത്യഗാമ എഡ്ജ്. അപ്പൊ എന്താണ്? ഇടുക്കിയിലാണ് കേട്ടോ, ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. ഇതിന്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ് എന്നാണ്. അഗസ്ത്യഗാമ എഡ്ജ്. അപ്പോൾ എന്താണ്? വടക്കൻ കങ്കാരു ഓന്ത് അല്ലെ, അഗസ്ത്യഗാമ എഡ്ജ്. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ്. അടുത്തൊരു പോയിന്റ് നോക്കുക. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. അപ്പൊ എന്താണ്? കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ്? അരകവ്യൂഹം എന്നാണ് അതിന്റെ പേര്. അരകവ്യൂഹം എന്നാണ് അല്ലെ മ്യൂസിക് ബാൻഡ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ ഇതിന്റെ അടുത്ത പാർട്ടും ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഇത് തീർക്കണം. നമുക്ക് മാക്സിമം ഒരു തവണയെങ്കിലും നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഉറപ്പായിട്ടും. അടുത്ത് നോക്കുക. മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? അത് സിവിൽ ജഡ്ജി എന്നാണ്. എന്താണ്? മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024ന്റെ വേദി തൃശ്ശൂരാണ്. ഇന്റർനാഷണൽ അല്ലെങ്കിൽ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് തൃശ്ശൂരാണ് അല്ലെ. നമ്മുടെ സാഹിത്യ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു ആസ്ഥാനം തൃശ്ശൂരാണല്ലോ. തൃശ്ശൂരും കോഴിക്കോടും ഒക്കെയാണ് ഈ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന 2 ജില്ലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024ന്റെ വേദി ഏതാണ്? തൃശ്ശൂരാണ്. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വിശേഷ വാർഷിക പതിപ്പിലെ കുറേ വിവരങ്ങൾ നമ്മൾ അതിൻ്റെ ക്ലാസ്സുകളും പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറിയാലോ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞിടെ നടന്ന പരീക്ഷകളിലെ എക്കണോമിക്സ് പോലുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ അതിൽ നമ്മുടെ ആ പുസ്തകത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക ഒരു തവണയെങ്കിലും. അടുത്ത 30ാമത്തെ പോയിന്റ് 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം. 2024 മാർച്ചിൽ 100ാം വാർഷികമാണ്. 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അതേപോലെ കുമാരനാശാൻ, ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം, ഇതൊക്കെ പഴയ കാര്യങ്ങളുടെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാണ്. ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തൊരെണ്ണമാണ് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ടുള്ള പുതുക്കിയ വേതനങ്ങളൊക്കെ. അത് നോക്കുക. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എന്ന് പറയുന്നത് 346 രൂപയാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ നിലവിലെ പുതുക്കിയ വേതനം എത്രയാണ്? 346 രൂപയാണ്. 346 രൂപയാണ് പുതുക്കിയ വേതനം എന്ന് പറയുന്നത്. അപ്പൊ 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? 346 രൂപയാണ് വേതനം. അടുത്തൊരു പോയിന്റ് നോക്കാം. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. അപ്പൊ എന്താണ്? 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ TN സതീശൻ എന്ന് പറയുന്നത്. മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്? പ്രൊഫസർ TN സതീശനാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2023 കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? എറണാകുളമാണ്. മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളിയോ? അത് പ്രൊഫസർ TN സതീശനാണ്. TN സതീശൻ. അടുത്തൊരു പോയിന്റ് നോക്കാം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരിയാണ്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരിയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിലാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിലാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? പുതിയ വൈസ് ചാൻസലർ അത്
ഡോക്ടർ VP ജഗതിരാജാണ്. ആരാണ്? ഡോക്ടർ VP ജഗതിരാജ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്നുകൂടെ നോക്കാം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരിയും പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലർ ആരാണ്? അത് ഡോക്ടർ VP ജഗതിരാജാണ്. ഡോക്ടർ VP ജഗതിരാജ്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ് 700-ലേറെ വർഷം പഴക്കം കണക്കാക്കാവുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. അപ്പോൾ എന്താണ്? 700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. അടുത്തൊരു പോയിന്റ്, മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് എറണാകുളം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം. ഒന്നുകൂടി നോക്കാം. 700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. അതേപോലെ മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി N മേനോൻ. അല്ലെ, എന്താണ്? കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി N മേനോൻ. അല്ലെ. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തത് 40ാമത്തെ പോയിന്റ് ആണ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. എന്താണ്? പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട് എന്ന് അറിയപ്പെടുന്നത്. DC കണക്ട്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഡി ഹണ്ട് ആണ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അത് ചെങ്ങാതി എന്ന പദ്ധതിയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും പഠിക്കാം. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ തന്നെ എടുക്കാം. മാക്സിമം ഇത് വേഗത്തിൽ തീർത്ത് തരാം. നിങ്ങൾ അടുത്ത LDPC പരീക്ഷയ്ക്ക് മുമ്പ് ഇത് എന്തായാലും ഒരു തവണ നിങ്ങൾ കണ്ടിരിക്കുക. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളൊക്കെ വിജ്ഞാപനം വരാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോച്ചിങ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ, നമ്മുടെ ടെലഗ്രാം ചാനലിൽ, അതേപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. നിങ്ങൾ പഴയ ക്ലാസ്സുകളൊക്കെ കണ്ട് ഒന്ന് സെറ്റായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിളിക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള കോച്ചിങ് നടത്താം. പിന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. 2x സ്പീഡിലിട്ടെങ്കിലും കേട്ട് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.